നമസ്കാരം. നമസ്കാരം. ലേഡീസ് അവറിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ ലേഡീസ് അവർ ഉച്ച സമയത്തുള്ള പ്രോഗ്രാമാണ്. ഉച്ച സമയത്ത് എനിക്ക് പ്രധാനമായും വന്നുപെടാറുള്ള ഒരു അസുഖമാണ് ഈ തലവേദന എന്ന് പറയുന്നത്. അസുഖമാണോ അതോ ഇനി അസുഖത്തിനുള്ള മുന്നോടിയാണോ അതോ അവസ്ഥയാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് മിക്കവാറും ഉച്ച സമയമാകുമ്പോഴത്തേക്കും തലവേദനയാണ്. എന്താണെന്നറിയില്ല, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലവേദന. അപ്പോ ഇങ്ങനെ എന്താണ് തലവേദനകളുടെ കാരണം? അതിന് ഞാൻ കണ്ടെത്തിയേക്കുന്ന ഏറ്റവും നല്ല പ്രതിവിധി കിടന്നുറങ്ങുക എന്നുള്ളതാണ്. അപ്പൊ അതിന് ഉറക്കം എന്ന് പറയും, തലവേദന എന്ന് പറയണോ? ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി തലവേദന പിന്നെ പറഞ്ഞാൽ ശരിയാണ്. ഒരുവിധം ഏറ്റവും അധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് തന്നെയാണ് തലവേദന, ഒരു ഡിസീസ് തന്നെയാണ്. കോമൺലി 10ൽ ഒരാൾക്ക് തലവേദന റിപ്പോർട്ടഡ് ആണ്. അപ്പൊ അത്രയ്ക്ക് കോമൺ ആയിട്ട് ഒരാൾക്ക് ഉള്ളോ എന്നുള്ളതാണ് എന്റെ സംശയം. കാരണം എല്ലാവർക്കും തന്നെ തലവേദന എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാവും. തലവേദന ആക്ച്വലി ആണുങ്ങൾക്കാണ് കൂടുതൽ പ്രോൺ, പെണ്ണുങ്ങൾക്ക് കുറവാണ്, കുട്ടികൾക്ക് കുറവാണ്. അതുകൊണ്ട് ബാക്കി പെണ്ണുങ്ങളും കുട്ടികളും ബാക്കി ഈ 10ന്റെ ബാക്കി ഇതിലോട്ട് വരും. പക്ഷെ എങ്കിൽ പോലും എന്താണ് തലവേദന തന്നെ ബേസിക്കലി ബ്രോഡ്ലി 17 തരം തലവേദന ഉണ്ട് വീണ. അതിൽ ഇതിനെ ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നത് എന്താണ് പ്രൈമറി അല്ലെങ്കിൽ ടെൻഷൻ ഹെഡേക്ക് എന്ന് പറയും. ചുമ്മാ നമ്മൾ എന്തെങ്കിലും ഒരു തോട്ട് അതുകൊണ്ടുണ്ടാക്കുന്നത്. പിന്നെ രണ്ടാമത് സെക്കൻഡറി എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ സൈനസൈറ്റിസ്, അങ്ങനെ സൈനസിൻ്റെ ഇൻഫ്ലമേഷൻ ഒക്കെ കൊണ്ടുണ്ടാകുന്ന എന്തെങ്കിലും ഒരു അണ്ടർലൈൻ കോസ് കാണും. അതാണ് സെക്കൻഡറി ഹെഡേക്ക്. പിന്നെ മൂന്നാമതാണ് നമ്മുടെ ക്രീനിയൽ നെർവ്. തലയിൽ 12 ക്രീനിയൽ നെർവ്സ് ഉണ്ട്. അതിന് ന്യൂറോപ്ലെജിയ എന്നോ അങ്ങനെ എങ്ങോട്ടാണ് പറയണേ. അപ്പോൾ അത് ശരിക്കും ന്യൂറാൽജിയ എന്നാണ് അതിനെ പറയുന്നത്. അത് ഈ 12 നെർവ്സിൽ എന്തിനെങ്കിലും ഒന്നിനുണ്ടാകുന്ന ഒരു കൺജഷനാണ് ആ തലവേദനയായിട്ട് വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പ്രൈമറി ഹെഡേക്കിലാണ് മൂന്ന് തരത്തിലുള്ള ഈ പ്രൈമറി ഹെഡേക്കിൽ ഒരുവിധം എല്ലാവരും സാധാരണ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഉറങ്ങുക, ഇല്ലെങ്കിൽ ഒരു ചൂട് കാപ്പി ചായ അങ്ങനെ എന്തെങ്കിലും കുടിക്കുക, ഇല്ലെങ്കിൽ ഓവർ ദ കൗണ്ടർ മെഡിസിൻസ് അതിലെന്തെങ്കിലും അഭയം പ്രാപിക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ ദേശീയ മരുന്ന് വിക്സ് അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ പുരട്ടുക. ഇതൊക്കെ പൊതുവെ ഇതിന് തലവേദനയ്ക്ക് റിലീഫ് കൊടുക്കും. ആദ്യ സെഗ്മെന്റിലേക്ക് എടുക്കാം. ഹായ്, എൻ്റെ പേര് ജിസ്മി സുധീർ എന്നാണ്. ഞാനിവിടെ തൃശ്ശൂരിൽ ഡിസൈൻസ് ദ ബിഗ് ബൂട്ടിക് എന്ന പേരിലൊരു ബുട്ടീക്ക് നടത്തുന്നുണ്ട്. അതുകൂടാതെ ഫാഷൻ തരംഗ് എന്ന പേരിൽ നമുക്ക് വേറൊരു സ്ഥാപനം കൂടി തൃശ്ശൂർ തന്നെ ഉണ്ട്. അതിൽ ഫാഷൻ തരംഗ് നമ്മൾ തുടങ്ങിയിട്ട് അറൗണ്ട് ഒരു 7 ഇയേഴ്സായി. ഡിസൈൻസ് ഓപ്പൺ ആയിട്ട് അറൗണ്ട് 1 മന്ത് ആവുന്നേ ഉള്ളൂ. ഞങ്ങൾ ആക്ച്വലി ഫാഷൻ തരംഗിൽ ഒരു കുർത്തി ഷോപ്പായിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്തത് ബിഫോർ 7 ഇയേഴ്സ്. പിന്നീട് ഒരു എക്സ്പാൻഷനെ കുറിച്ച് ആലോചിച്ചപ്പോഴാണ് ഡിസൈൻസ് എന്ന പേരിൽ കുറച്ചും കൂടി എലാബറേറ്റഡ് ആയിട്ട് കുറച്ചും കൂടി ഒരു എലൈറ്റ് ക്ലാസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു കൺസെപ്റ്റ് സെല്ലിംഗ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഞങ്ങൾ കസ്റ്റമർക്ക് ആവശ്യമായ രീതിയിൽ ഒരു ബഡ്ജറ്റ് അനുസരിച്ച് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സസാണ് ഇവിടെ ചെയ്തു കൊടുക്കുന്നത്. അതിൽ തന്നെ സാരീസ്, ബ്രൈഡൽ വെയേഴ്സ്, ചുരിദാർ മെറ്റീരിയൽസ്, ഡിസൈനർ കുർത്തീസ്, പിന്നെ അവർക്ക് തന്നെ ചൂസ് ചെയ്യാവുന്ന രീതിയിൽ ഫേബ്രിക്സ്, ലേസസ് എല്ലാത്തിൻ്റെയും ഒരു വൈഡസ്റ്റ് കളക്ഷൻ ഞങ്ങളുടെ ഡിസൈൻസിൽ ഒരുക്കിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇവിടെ ഞങ്ങൾക്ക് കൽക്കട്ടയിൽ നിന്നുള്ള ഹാൻഡ് വർക്ക് കസ്റ്റമർക്ക് ലൈവായിട്ട് കാണാനുള്ളൊരു ചാൻസ് കൂടി ഇവിടെ കേരളത്തിൽ ഇതുവരെ മറ്റാരും ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണെന്ന് എനിക്ക് എടുത്തു പറയാൻ സാധിക്കും. അതുകൂടി ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട്. കാരണം ഹാൻഡ് വർക്ക് എന്നുള്ള കാര്യം പല ബൂട്ടിക്സും ചെയ്യുന്നുണ്ട്.
പക്ഷേ അത് ഒളിച്ചു വെച്ചിട്ട് രഹസ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല അതിൽ കസ്റ്റമറെ ഒരുപാട് രീതിയിൽ ചൂഷണം ചെയ്യുന്നുണ്ട്. അതെനിക്ക് പേഴ്സണലി 11 കൊല്ലത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് വളരെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിൽ വളരെ വ്യത്യസ്തമായിട്ട് ഞങ്ങളിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ട്രാൻസ്പെറൻസി ഇൻ സെല്ലിംഗ് ആണ്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഒരു ഓർഡർ എടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആ പെർട്ടിക്കുലർ ഡേ കസ്റ്റമറുടെ വർക്ക് എടുക്കുന്ന ദിവസം അവരെ ഞങ്ങൾ ഫോൺ വിളിച്ച് ഇൻഫോം ചെയ്യുന്നുണ്ട്. അതായത് കസ്റ്റമർക്ക് അന്ന് ഇവിടെ നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് ലൈവായിട്ട് അവരുടെ വർക്ക് നേരിട്ട് കാണാം. അതിലെന്തെങ്കിലും സജഷൻസ് പറയണമെങ്കിൽ അതുപോലും അവർക്കിവിടെ പറയാം. അത്രയും ട്രാൻസ്പെറൻറ്റ് കസ്റ്റമർ റിലേഷനാണ് ഡിസൈൻസിൻ്റെ മുഖമുദ്ര എന്ന് തന്നെ പറയാം. ഞങ്ങളിവിടെ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു ഇടനിലക്കാരില്ല. ഞങ്ങളുടെ ഇവിടുത്തെ എല്ലാ പ്രൊഡക്റ്റിലും അറൗണ്ട് 50% ഞങ്ങളുടെ ഓൺ പ്രൊഡക്ഷനാണ്. ഞങ്ങൾ തന്നെ ഇവിടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് ഡിസൈൻ ചെയ്യുന്ന വസ്ത്രങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ മെറ്റീരിയൽസിൻ്റെ പ്രൊക്യൂർമെൻറ്റ് ഏറ്റവും തലപ്പത്തെന്നാണ് ചെയ്യുന്നത്. അതായത് അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്കൊരു ഏജൻ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും ഇക്കണോമിക്കലായിട്ടുള്ളൊരു പ്രൈസിങ്ങിൽ ഞങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല പ്രൈസിങ്ങിലാണ് ഞങ്ങൾ മെറ്റീരിയൽസ് പ്രൊക്യൂർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കസ്റ്റമർക്ക് ഞങ്ങളത് കൊടുക്കുമ്പോൾ ഞങ്ങളത് സെല്ല് ചെയ്യുമ്പോൾ അവർക്കത് അത്രയും അഫോർഡബിൾ ആയിട്ടുള്ളൊരു റേറ്റ് ആയിരിക്കും. ഞങ്ങളിപ്പോൾ ഈ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഡിസൈൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അറൗണ്ട് ഒരു 1 മന്ത് ആകുന്നേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ തന്നെ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് ഇവിടെ ഞങ്ങൾ ഒരുക്കിയിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് ഹാൻഡ് വർക്ക്ഡ് മെറ്റീരിയൽസ് ഇൻക്ലൂഡിങ് ടോപ്പ് ബോട്ടം ദുപ്പട്ട 1500 ഉള്ളിലുള്ള റേഞ്ചിൽ അത്രയും നല്ല പാർട്ടി വെയേഴ്സാണ്. എനിക്ക് ഗ്യാരണ്ടി ചെയ്യാം വേറെ ആർക്കും അത് കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് അതെല്ലാം ഞങ്ങളുടെ ഓൺ പ്രൊഡക്ഷനാണ്. ബിസിനസ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മണി മേക്കിംഗ് ഗെയിം മാത്രമല്ല, അത് തീർച്ചയായിട്ടും ഒരു പാഷനാണ്. അതിന് കാരണം ഞാൻ പറയുവാണെങ്കിൽ എൻ്റെ ചൈൽഡ്ഹുഡ് മുതൽ ഞാൻ കണ്ടിട്ടുള്ളത് ബിസിനസ് ചെയ്യുന്ന എൻ്റെ ഫാദറിനെയാണ്. എൻ്റെ ഫാദർ ഒരു നല്ല ബിസിനസ്സുകാരനാണ്. ബിസിനസ്സിൽ എൻ്റെ ഗുരുവും എൻ്റെ ഫാദറാണ്. ബിസിനസ്സിലെ അപ്സും ഡൗൺസും ഞാൻ ചെറുപ്പം മുതൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ബിസിനസ്സിനെ ഒരു പേടിയോടെ സമീപിക്കാൻ എനിക്ക് താല്പര്യമില്ല. ബിസിനസ് എന്ന് പറയുന്നത് നമ്മളെ എൻജോയ് ചെയ്ത് ചെയ്യേണ്ട ഒരു ഗെയിമാണ്. അതിപ്പോൾ ബുട്ടിക് ഇൻഡസ്ട്രി ആണെങ്കിലും റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രി ആണെങ്കിലും ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും ബിസിനസ് എൻജോയ് ചെയ്യാനുള്ളത് തന്നെയാണ്. അതിൽ വൈ ചൂസിങ് ബുട്ടിക് ഇൻഡസ്ട്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് മുതലേ എനിക്ക് സ്വയം ഡ്രസ്സ് ചെയ്ത് നടക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ തേവര സെക്രട്ടേറിയറ്റിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഞാൻ അവിടെ പഠിക്കുന്ന ടൈമിലും പിള്ളേരെല്ലാം മൂവിക്ക് പോകുമ്പോഴും ഞാൻ മൂവിക്ക് പോവാറില്ല. നമുക്കറിയാം എറണാകുളം എന്ന് പറയുന്നത് ഒരു ഫാഷൻ സിറ്റിയാണ്. അപ്പോൾ അവിടെ എനിക്ക് കിട്ടുന്ന ടൈമിൽ ഞാൻ ആ സെൻറ് തെരേസാസ് കോളേജിൻ്റെയൊക്കെ ബാക്ക് സൈഡിൽ ഒരുപാട് ബൊട്ടിക്സ് ഒക്കെ അന്നുണ്ട്, ചെറിയ രീതിയിലൊക്കെ. അവിടെയൊക്കെ പോവുക, എനിക്ക് വേണ്ട ഡ്രസ്സ് ഡിസൈൻ ചെയ്യുക, ഫാബ്രിക്സ് കുറേ കട്ട് ചെയ്യുക, അത് ഞാൻ വളരെയധികം എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പം അന്ന് മുതലേ ഞാൻ എൻ്റെ ഡ്രസ്സിങ്ങിലും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അങ്ങനെ ചെയ്തായിരിക്കാം ഈ ഒരു ഇൻഡസ്ട്രിയോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ലാസ്റ്റ് 11 ഇയേഴ്സ് ആയിട്ട് ഞാൻ ഈ ഇൻഡസ്ട്രിയിലുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടും 11 ഇയേഴ്സാണ് ആയത്. അപ്പോൾ ഒബ്വിയസ്ലി ഊഹിക്കാം, ഞാൻ ബിഫോർ മാരേജ് ഞാനൊരു വർക്കിംഗ് വുമൻ ആയിരുന്നു. പക്ഷേ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് എൻ്റെ ആഗ്രഹം പറയുകയാണ്, എനിക്കിങ്ങനെ ഒരു ബിസിനസ്സാണ് അല്ലെങ്കിൽ ഒരു ബുട്ടീക്കാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഒരു ബിസിനസ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ്. സുധീർ എന്നാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര്. ആൾ സിപ്ല ഫാർമയിലാണ് വർക്ക് ചെയ്യുന്നത്. സിപ്ല ഫാർമയുടെ ഓൾ കേരള ഇൻചാർജാണ്. അപ്പോൾ ആളെൻ്റെ പാഷന് വേണ്ടിയിട്ട് എൻ്റെ കൂടെ നിന്നു എന്ന് തന്നെ ഞാൻ പറയാം. നമ്മൾ ഒരു പ്രോവർബ് എപ്പോഴും പറയും, ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ മാൻ ദർ ഈസ് എ വുമൻ എന്ന്. പക്ഷെ ഞാൻ നേരെ തിരിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്, ബിഹൈൻഡ് മീ ഞാൻ കുറച്ചെങ്കിലും സക്സസ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ മോറൽ സപ്പോർട്ടുണ്ട്. കാരണം എനിക്കൊരു മോളുണ്ട്, ഞാനപ്പോൾ ഒരു അമ്മയാണ്, ഒരു ഭാര്യയാണ്, ഒപ്പം ഞാനൊരു എൻ്റർപ്രണറാണ്. ഈ 3 റോളും ഞാൻ ഈക്വലി കൈകാര്യം ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ രാവിലെ 8:30 ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ്. കഴിഞ്ഞ 10 കൊല്ലങ്ങളായിട്ട് ഞാൻ 8:30 ഇറങ്ങുന്നതാണ്. അവരെൻ്റെ കൂടെ കോംപ്രമൈസ് ചെയ്ത് എൻ്റെ ഹസ്ബൻഡ് നിൽക്കുന്നില്ലെങ്കിൽ ഒരിക്കലും എനിക്ക് ഈ ബിസിനസ്സിൽ ഇത്രയും എത്താൻ സാധിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ഒരു ടൈമിൽ എൻ്റെ ഹസ്ബൻഡിനോട് വളരെയധികം താങ്ക്സ് പറയുകയാണ്. ഇനി എനിക്ക് എടുത്ത് പറയേണ്ടത്, ഞാൻ ഫാഷൻ തരംഗ് എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനം തുടങ്ങിയിട്ടാണ് 7 ഇയേഴ്സ് ആയത്. ഞാൻ പറഞ്ഞു ഡിസൈൻസ് തുടങ്ങിയിട്ട് അറൗണ്ട് 2 മന്ത്സാണ് ആയിട്ടുള്ളത്. അത് തുടങ്ങുന്നതിനും ഒരു റീസൺ ഉണ്ടായിരുന്നു. ഞാൻ ഡ്രീം ബിഗ് ആണെങ്കിലും ചെറിയൊരു പേടി, അതറിയാലോ, ലേഡീസ് ആകുമ്പോൾ ചെറിയ ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ എനിക്ക് ചെറിയൊരു പേടി എനിക്കുണ്ടായിരുന്നു. എനിക്കൊരു ബ്രദറുണ്ട്, എൻ്റെ ബ്രദറിൻ്റെ പേര് ജൂജു എന്നാണ്. ആൾ പുറത്തായിരുന്നു, ദുബായിലായിരുന്നു. ആളപ്പോൾ കുറച്ച് നാളായിട്ട് നാട്ടിൽ സെറ്റിൽഡ് ആയപ്പോൾ ആൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നീ കുറച്ചും കൂടി വൈഡായിട്ട് ചിന്തിക്കും, നീ അതിൽ പേടിക്കേണ്ട ആവശ്യമില്ല, എൻ്റെ ഫുൾ സപ്പോർട്ട് നിനക്കുണ്ട്.
എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെയും എൻ്റെ ബ്രദറിൻ്റെയും ഫുൾ സപ്പോർട്ട് കിട്ടുന്ന ഉറപ്പുള്ളതുകൊണ്ടാണ് ഞങ്ങളിവിടെ ഡിസൈൻസ് എന്നുള്ള പേരിൽ തൃശ്ശൂരിന് ഇങ്ങനെയൊരു ബിഗ് ബൂട്ടിക്കിനെ സമർപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്. ഇപ്പോഴും ഞാൻ എന്നും പറയാൻ ആഗ്രഹിക്കും, ഞാനൊരു പെർഫെക്റ്റ് സാൻഡ്വിച്ച് ആണെന്നാണ് ഞാൻ പറയാറ്. കാരണം എൻ്റെ ഒരു സൈഡിൽ എൻ്റെ ബ്രദറും എൻ്റെ ഒരു സൈഡിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെയും ഫുൾ സപ്പോർട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഏറ്റവും സേഫസ്റ്റ് സോണാണ് ഈ ഒരു സാൻഡ്വിച്ച്. ഞങ്ങളുടെ സെക്കൻഡ് വെഞ്ചറാണ് ഡിസൈൻസ്, ഫസ്റ്റ് വെഞ്ചർ ഫാഷൻ തരംഗമാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ മൂന്നാമതായി ഞങ്ങളുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്നത് ഞങ്ങൾ DZ എന്നുള്ള പേരിൽ ഒരു കുർത്തീസിൻ്റെ കളക്ഷൻ ലോഞ്ച് ചെയ്യാനാണ് വരുന്ന ഒരു 1 ഇയറിൻ്റെ ഉള്ളിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ലേഡീസ് ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വീട്ടമ്മമാരായിട്ടിരിക്കുന്ന ഒരുപാട് പേരെ നമുക്കറിയാം. അവരെല്ലാവരും നമ്മൾ കണ്ടിട്ടുള്ളത് പെട്ടെന്നൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അവരുടെ തലയിൽ ആദ്യം ഉദിക്കുന്ന ആശയം എന്ന് പറയുന്നത് ഐദർ ബ്യൂട്ടി പാർലർ അതല്ലെങ്കിൽ ഒരു ബുട്ടീക്ക്. അതിന് കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് ഭയങ്കര ഈസി ഇൻഡസ്ട്രിയാണ് എന്ന് വിചാരിച്ചിട്ട് ഇതിലേക്ക് അങ്ങ് ചാടി ഇറങ്ങുവാണ്. ഒരു വ്യക്തമായ ഹോംവർക്കോ എന്താണ് ഇതിൽ ചെയ്യേണ്ടതെന്നോ ഒന്നും അറിയാതെ മറ്റൊരാൾ ചെയ്യുന്നതിനെ, അത് നമ്മുടെ മലയാളീസിൻ്റെ ഏറ്റവും വലിയ ഒരു നെഗറ്റീവാണെന്ന് ഞാൻ പറയും. അതായത് മലയാളീസ് ഒരിക്കലും തനതായിട്ടൊരു വ്യക്തിത്വം കൊണ്ടുവരാനോ പുതിയൊരു കാര്യം ഇൻവെൻറ്റ് ചെയ്ത് കൊണ്ടുവരാനോ മലയാളീസ് ചെയ്യുന്നില്ല. അവർ ചെയ്യുന്നത് എന്താണ്, ഒരാൾ ബുട്ടീക്ക് തുടങ്ങി ഉടനെ അതിനെ ഇമിറ്റേറ്റ് ചെയ്യാണ്, അത് തന്നെ തുടങ്ങി. ഒരാൾ ബ്യൂട്ടി പാർലർ തുടങ്ങി, ആൾക്ക് കുറച്ച് സക്സസ് ആയി, ഉടനെ അത് ഇമിറ്റേറ്റ് ചെയ്യാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇതിൽ പാഷനുള്ള ലേഡീസ് വീണ്ടും ഈ ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങണം. കാരണം ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ലേഡീസ് ഉള്ളിടത്തോളം കാലം നിലനിൽക്കുന്ന ഒരു ഇൻഡസ്ട്രി തന്നെയാണ്. പക്ഷേ അതിൽ കുറേ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വിൽക്കുന്നു അങ്ങനെയല്ല. അതിൽ നമുക്ക് ക്രിയേറ്റീവായിട്ട് ഞാൻ പറയും എല്ലാ ലേഡീസും ഡിസൈനേഴ്സാണ്. അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഡിസൈനർ ഉണ്ട്. പക്ഷേ ആ ഡിസൈനറെ പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിലോ അവരുടെ കഴിവുകളെ പോഷിപ്പിക്കണമെങ്കിലോ തീർച്ചയായിട്ടും അവരുടെ ഫാമിലിയും കൂടി അവരുടെ കൂടെ നിൽക്കണം. അപ്പോൾ ഇത് കേൾക്കുന്ന ഏതെങ്കിലും ഹസ്ബൻഡ്സ്, ഞാൻ പറയുവാണെങ്കിൽ നിങ്ങളുടെ ഭാര്യമാർ ചിലപ്പോൾ കല്യാണത്തിന് മുമ്പ് വളരെ ടാലൻറ്റഡ് ആയിട്ട് ഇരുന്ന ഒരു വ്യക്തിയായിരിക്കാം, അവർ ചിലപ്പോൾ വീട്ടിൽ ഒതുങ്ങിയിരിക്കുന്നുണ്ടാവും. അവരെല്ലാവരും ഞാൻ പറയണേ പാഷനേറ്റ് ആണെങ്കിൽ ഈ ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങണം.